ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അത് വിവാദമായിരിക്കുകയാണ്. എന്തുകൊണ്ട് ആണെന്ന് നമുക്ക് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 1967 വരെ ഇന്ത്യയിൽ പാർലമെന്റ് ഇലക്ഷനും അതുപോലെ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനും ഒരുമിച്ചായിരുന്നു. പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഒരുമിച്ച് ഇലക്ഷൻ നടന്നില്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മളുടെ പോലീസും പട്ടാളവും ഒക്കെ ഈ ഇലക്ഷന്റെ പുറകെ ആയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ എന്ന് ഇലക്ഷൻ കാണും, അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ കാണും. അപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഇലക്ഷന്റെ പുറകിലായിരിക്കും. രണ്ടാമതായിട്ട് പല സമയത്ത് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇതിന്റെ ചെലവ് ഭയങ്കര കൂടുതലായിരിക്കും. ഒറ്റ തവണ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് ഇലക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ചെലവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും അല്ല ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഒരു സംഭവമുണ്ട്. അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിലവിൽ വരും. പിന്നെ ഒരു വികസന പ്രവർത്തനവും പുതുതായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അപ്പം അത് സംസ്ഥാനങ്ങളിലെ എവിടെയെങ്കിലുമൊക്കെ ഇലക്ഷനുള്ള സമയത്ത് അവിടെ മാതൃകാ പെരുമാറ്റച്ചട്ടം കാണും. ഇന്ത്യ മുഴുവനും മാതൃകാ പെരുമാറ്റച്ചട്ടം കാണും ലോക്സഭ ഇലക്ഷനുള്ള സമയത്ത്. ഈ വർഷത്തിൽ തുടക്കം തൊട്ട് ഇതുവരെ പരിശോധിച്ചാൽ ഈ വർഷം വളരെ വളർച്ചാ നിരക്ക് കുറവായിരുന്നു. നമ്മളുടെ ദേശീയ GDP വളർച്ചാ നിരക്ക്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ലോക്സഭ ഇലക്ഷൻ ഈ വർഷം നടത്തി. അതിനുശേഷം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഹരിയാനയിലും ഇലക്ഷൻ വന്നു. ഇവിടെ എല്ലാം മാതൃകാ പെരുമാറ്റച്ചട്ടം. രാജ്യത്ത് ഒരു വികസനവും നടത്താൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പല സമയത്തായിട്ട് ഇലക്ഷൻ നടക്കുന്നുണ്ടല്ല. പിന്നെ ഇതിനെ എതിർക്കുന്നവർ പറയുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ഒറ്റ തവണയായിട്ട് ഇലക്ഷൻ നടന്നാൽ ദേശീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇലക്ഷൻ നടക്കുന്നത്, അല്ല സംസ്ഥാന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനും ആയിരിക്കും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. പ്രാദേശിക പാർട്ടിക്ക് ഒരു ഗുണവും കിട്ടൂലെന്നുള്ളതിനാണ് ഇത് എതിർക്കുന്നവർ പറയുന്നത്.